എല്ലാവർക്കും സുഖമാണോ? ഇരിക്കണം മിണ്ടാതെ. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, സന്തോഷമായി കേട്ടോ. നിങ്ങൾ വരാനും കാണിച്ച വലിയ മനസ്സിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ സഭയിലെ വൈദിക ശ്രേഷ്ഠരെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനും അച്ഛൻ്റെ നല്ല വാക്കുകൾ കേൾക്കുവാനും ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ല മനുഷ്യരാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അകമഴിഞ്ഞ ഒത്തിരിയേറെ അനുഗ്രഹവും ഒത്തിരിയേറെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലം ഉയർത്തി നമുക്കൊന്ന് പറയാം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, കൂടെയുള്ള ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കേട്ടത് കേട്ടോ. ഇമ്മാനുവേൽ, ദൈവം മിണ്ടാതിരിക്കും, ദൈവം 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 നമ്മോട് കൂടെ കേട്ടോ. ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലും ചിന്തിച്ചു കൊള്ളാം, ആരെന്റെ കൂടെയുണ്ട്? ഉത്തരം പറ, ഉച്ചത്തിൽ പറ. ദൈവം എന്റെ കൂടെയുണ്ട്. എത്ര വലിയ പ്രശ്നത്തിന് നടുവിലും ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ചിന്തിച്ചോളാം. ഞാൻ ഇന്ന് രാവിലെ ഞാനിന്ന് പ്രശാന്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങണേ. ഭയങ്കര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരെന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേട്ടോ. നല്ല ഭക്ഷണം തരുന്നു, ഗംഭീര ഭക്ഷണമാണ് കേട്ടോ. ഞാൻ വണ്ണം വയ്ക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇപ്പം എനിക്ക് എന്തൊക്കെയായാലും കുഴപ്പമില്ല. അവരെന്നെ ഗംഭീരമായിട്ട് മുകളിലൊരു മുറിയുണ്ട്, ആരും കാര്യത്തിൽ ഒരു ശല്യവും ഇല്ല. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഞാനിത് രാവിലെ തൊട്ട് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഭക്ഷണത്തിന് നേരത്തെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ. ഈ പാമ്പ് ഇര പിടിക്കാൻ പറ്റുന്നത് വിശക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഭക്ഷണത്തിന് മാത്രം പുറത്തു വരാറുള്ളൂ. പുറത്തു പോയി ഭക്ഷണം കഴിക്കും. പുറത്തു പോയി വരില്ല, ഇവിടെ വീട് തന്നെ ഭക്ഷണം കഴിക്കും. നേരെ കൃത്യമായിട്ട് മുറിയിലേക്ക് കയറും. ബാക്കി സമയത്തൊക്കെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്നൊരു വചനമുണ്ട് കേട്ടോ. ആ വചനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം നിങ്ങളോടൊക്കെ വേണ്ടി ഞാൻ പറയാം. ആ വചനം സങ്കീർത്തനത്തിന്റെ പുസ്തകം 50-ാം അധ്യായം 15-ാം തിരുവചനം. ഇന്നെടുത്ത് സങ്കീർത്തനം 50:15. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില വചനങ്ങൾ മനസ്സിൽ കാണിക്കും. ആ വചനമാണ് ഞാൻ ഇന്ന് എഴുതി വെച്ചത്. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനത് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഈ വചനം കാണിച്ചിട്ടുണ്ട് കേട്ടോ. സങ്കീർത്തനം 50:15 ഒന്നെടുക്കാമോ? സ്റ്റാൻഡ് അപ്പ്. പറഞ്ഞോ. തുടക്കം വായിക്കും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്താ പറയണേ? കഷ്ടകാലത്ത് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക. മിണ്ടരുത് കേട്ടോ, ചത്തു മിണ്ടരുത് കേട്ടോ. ഇങ്ങനെ ഇരുന്നോ? പറ. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. POC ബൈബിൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടേ, നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും. എന്താ പറയണേ? നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക. ഈ നിലവിളിയും സാധാരണ വിളിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്തൊട്ട് വ്യത്യാസം? കഴുത്താട്ടലുണ്ടല്ലോ എല്ലാം കൂടി. എന്തൊട്ട് വ്യത്യാസം? നിലവിളിയിലാണ് കരച്ചിലുള്ളത് കേട്ടോ. നിലവിളിയിലാണ് കരച്ചിലുള്ളത്. സാധാരണ വിളിയില് ദൈവമേ എന്ന വിളിയില് കരച്ചിലില്ല, നിലവിളിയിലാണ് കരച്ചിലുള്ളത് കേട്ടോ. അപ്പൊ തമ്പുരാൻ പറയാ, നിന്റെ കരച്ചിലുമായിട്ട് നിന്റെ കണ്ണീരുമായിട്ട് നീ എന്നെ വിളിക്കുക, അപ്പം നിന്നെ ഞാൻ രക്ഷിക്കും കേട്ടോ. ഏത് പ്രശ്നത്തിന് നടുവിലും നിന്നെ ഞാൻ രക്ഷിക്കും. നീ എന്നേക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. ഇന്ന് പകല് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ കാണിച്ചു തന്നൊരു വചനം ഇതാ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഒത്തിരിയേറെ വേദന നിറഞ്ഞ സാഹചര്യത്തിലും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൊക്കെ തമ്പുരാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ പ്രാർത്ഥിക്കാനാ? തേങ്ങ വിഴുങ്ങിയത് പോലെ ഇരിക്കാതെ ഉത്തരം പറ. എങ്ങനെ പ്രാർത്ഥിക്കാനാ? നിലവിളിച്ച് പ്രാർത്ഥിക്കാനാ. എന്ന് വെച്ചാൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ. കേട്ടോ? കേട്ടോ? അപ്പൊ കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മുമ്പിൽ. നിന്റെ പ്രശ്നം എന്തും ആയിക്കോട്ടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. വളരെ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി,
യേശുവേ ആരാധന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. ദൈവത്തിന് വീക്ക്നെസ് ഉണ്ടോ? ഉത്തരം പറ. ഞാൻ താഴെ വരും കേട്ടോ. ദൈവത്തിന് വീക്ക്നെസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്താ വീക്ക്നെസ്? ആരുടേത്? ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് ആ വീക്ക്നെസ് എന്ന് പറ. നീ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ കറക്റ്റായിട്ട് പറയാത്. നിനക്ക് വെളിവുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവട്ടെ. വാട്ട്സ് യുവർ നെയിം? ഷിജി. ഷിജി നല്ല കുട്ടിയാ കേട്ടോ, സുന്ദരിയാ. ഷിജി, എന്താണ് ദൈവത്തിന്റെ വീക്ക്നെസ്? ഡീന്ന് വിളിക്കാമോ? കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലാത്ത വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡീന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ എന്റെ പെങ്ങളെ അല്ലെങ്കിൽ എന്റെ ചേട്ടനെയൊക്കെ, അല്ലെങ്കിൽ ചേട്ടനെ വിളിക്കും. പെങ്ങന്മാരെ അല്ലെങ്കിൽ അനിയന്മാരെ കേട്ടാ വന്നിടാ ഡീങ് വന്നേടി. ജന്മത്തിപ്പോ പുറത്തു പോയി പറയാൻ പാടില്ല, പേടിയാണ്. പിള്ളേരെ കാണാൻ കേസ് കൊടുത്ത് തീർന്നു. കർത്താവ് ഒരു അച്ഛനായി പോയി എന്തെങ്കിലും ആവട്ടെ. പറ. നമ്മുടെ കരച്ചില് കണ്ടുകൊണ്ടിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല കേട്ടോ. ദൈവത്തിന്റെ ഒറ്റ വീക്ക്നെസ് ഉള്ളു. ദൈവത്തിന് മോളിരുന്നോ, ഷിജിരുന്നോ? ദൈവത്തിന് ഒറ്റ വീക്ക്നെസ് ഉള്ളു കേട്ടോ. നിങ്ങൾ ചിന്തിക്കും ദൈവത്തിന് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടോ? ഞാൻ പറയും ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട് ജീവിതത്തില്. എന്താണ് ആ വീക്ക്നെസ് അറിയോ? സ്വന്തം മക്കളുടെ കണ്ണീര് കാണാൻ ആർക്ക് പറ്റത്തില്ല? ദൈവത്തിന് പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചോളണം എപ്പോഴും. ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. നമ്മുടെ കണ്ണീര് കണ്ടോണ്ടിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. നിങ്ങൾ കരയാറുണ്ടോ? കരയാറുണ്ടോ? കേട്ടോ, ഒപ്പം കിട്ടും കേട്ടോ. കരച്ചിലൊക്കെ നല്ലതാ. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാനാ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. ജീവിതത്തില് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിന്റെ അടുത്ത് പോയിരുന്ന് കരയും. ഞാൻ പറയും മനുഷ്യരുടെ മുമ്പിൽ കരയണ്ട, ഒരു കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കരയുമ്പോൾ അവര് പറയും, അവന്റെ കണ്ണീര് കണ്ടില്ലേ, അവന്റെ കണ്ണീര് കണ്ടില്ലേ, അവന്റെ ഞങ്ങളുടെ നാട്ടിൽ പറയും അവന്റെ പൂങ്കണ്ണീര് കണ്ടില്ലേ. വെറുതെ കള്ളത്തരം. മനുഷ്യന്മാരെ അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിക്കുള്ളൂ, നമ്മളോട് അങ്ങനെ പറയുള്ളൂ. പക്ഷെ ദൈവം അങ്ങനെ പറയോ? ഒരിക്കലും പറയില്ല. ഞാൻ എന്താ നിങ്ങളോട് പറയുന്നറിയോ? ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ, സങ്കടം ഉണ്ടാകുമ്പോ, വേദന ഉണ്ടാകുമ്പോ ദൈവത്തിന്റെ മുന്നിൽ കരയാൻ പഠിക്കണം. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുക. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും ദൈവത്തിന്റെ മുന്നിൽ കരയുന്നവന് ജീവിതത്തില് ഒരു പ്രശ്നം വരാതെ ദൈവം നോക്കും. ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നവന് ഒരു പ്രശ്നത്തിൽ അകപ്പെടാതെ ദൈവം നോക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തില് ദൈവമേ എന്ന് നിലവിളിച്ച് കരയുന്നവന്റെ ജീവിതത്തില് ദൈവം ഇടപെടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ എന്ത് ജീവിതം, എന്ത് പ്രശ്നമായിക്കോട്ടെ, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, രോഗമായിരിക്കാം, വേദനയായിരിക്കാം, തടസ്സമായിരിക്കാം, എന്തും ആയിക്കോട്ടെ, ദൈവത്തിന്റെ മുമ്പിൽ കരയും. മനുഷ്യന്റെ മുമ്പിൽ കരയണ്ട. മനുഷ്യന്റെ മുമ്പിൽ ചിരിച്ചോ. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ചിരിച്ചോ. നിങ്ങൾ ഓർക്കും, നിങ്ങൾ എന്റെ ഫോട്ടോസ്, എന്റെ വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എപ്പോഴും നിങ്ങൾ എന്നെ നോക്കിക്കോ. ഞാൻ ചിരിച്ചിരിക്കുള്ളൂ കേട്ടോ. ഞാൻ ചിരിക്കുന്ന മനുഷ്യനാ, എപ്പോഴും ചിരിക്കും. നിങ്ങൾ നോക്കും, പ്രശ്നങ്ങളൊന്നുമില്ലേ, ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടം പോലെ പ്രശ്നമായിട്ട് ഞാൻ ജീവിക്കണേ. പക്ഷെ എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമുണ്ടോ? സുന്ദരനല്ലേ? എന്റെ കർത്താവ് സുന്ദരനാണോ? അത്ര കേട്ടോ, നിങ്ങൾ പറയണ്ട കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ പറഞ്ഞില്ല, സന്തോഷം കേട്ടോ. അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്നോട് എന്നെ പറയും, നീ സുന്ദരനായിട്ട് ഇച്ചിരി മുടിയില്ലാത്തതിന്റെ ഇച്ചിരി കഷണ്ടി തലയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും നിനക്കില്ല, നീ വളരെ വളരെ സുന്ദരനാ. ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയും, ഞാൻ എപ്പോഴും പറയുന്നറിയോ, ഈ ലോകത്ത് ഒരു മോട്ടിവേഷൻ കൂടി തന്നേക്കാം. നിങ്ങൾ ചിന്തിക്കണമെന്നറിയോ, ഈ ലോകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനോ, നീ വലുതാകെ നിനക്ക് നല്ല നിലയിൽ എത്തിച്ചേരണം എന്ന് പറയാനോ ഈ ലോകത്ത് ഒരു മനുഷ്യന് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും കുറ്റം പറയാൻ ഒരു 100 പേര് ചുറ്റിനുണ്ടാവും. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളാം, എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും കുറ്റം പറയാൻ ഒരു 100 പേര്, ഒരു 1000 പേര്, മാറി നിന്ന് പരിഹസിക്കുന്ന 1000 പേര് എപ്പോഴും ഉണ്ടാവും. നീ എപ്പോഴും ചിന്തിച്ചോളാം, നീ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും, ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം, എന്ത് ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം, നീ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും ഒരു 100 പേര് കുറ്റം പറയാൻ ചുറ്റിനുണ്ടാവും. നീ എപ്പോഴും ചിന്തിച്ചോളാം, ഈ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ, നീ നിന്നെ മാത്രം മനസ്സിലാക്കുക, നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ എന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് പോയി ഇറങ്ങിത്തിരിക്കുക. ഞാൻ എപ്പോഴും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വരുന്ന യുവാക്കളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്,
ഇന്നത്തെ കാലഘട്ടത്തിൽ കുറ്റം പറയുന്നവരുടെ എണ്ണം കൂടി വരാം. ഞാൻ നാളത്തേക്ക് തന്നോളാം, ഇപ്പൊ വേണ്ട, ഇന്നത്തേക്ക് ഇരുന്ന് മതി. അപ്പൊ എനിക്ക് പറയാനുള്ളതറിയോ, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, വളർത്തിയെടുക്കുക. അത് എപ്പോഴും ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ ചിലർ പറയും, എന്നു വെച്ചാൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ലോകത്ത് മുഴുവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. പലതവണ നീർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്നെ കാണാൻ സുന്ദരനല്ലേ? ഓ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ സുന്ദരനാണ് കേട്ടോ.